സംവരണ സീറ്റിൽ കയറിയാൾ എന്ന് പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ സിദ്ധാർത്ഥ് നേരിട്ടിരുന്നുവെന്ന് അച്ഛൻ ജയപ്രകാശ്. അവിടെ പലരും ലക്ഷങ്ങൾ കൊടുത്തു കയറിയെന്ന് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. വെറ്ററിനറി സർവകലാശാലയിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജയപ്രകാശ് മീഡിയ വണ്ണിനോട്. അവിടുത്തെ കുട്ടികളെല്ലാം അവിടുത്തെ കുറച്ച് സീനിയേഴ്സും അവൻ്റെ കൂടെ പഠിക്കുന്നവരും ഇടയ്ക്കെല്ലാം കളിയാക്കി പറയും, നീ സംവരണത്തിന് വന്നതല്ലേടാ, നിനക്കൊരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, നിനക്ക് തിരിച്ച് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ലോ രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നു. അവൻ പറയും. അപ്പോൾ തമാശയായിട്ടാണ് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, നിനക്ക് സംവരണത്തിനല്ല ജോലി കിട്ടിയത്, അഡ്മിഷൻ കിട്ടിയത്, ഞങ്ങളിവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കിട്ടുന്നതെന്ന്. പക്ഷേ അവിടെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അന്ന് മുതൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവിടുത്തെ സീനിയേഴ്സും പറയുന്നു, ഞങ്ങളെല്ലാം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കയറിയത്, നിനക്ക് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, നിനക്ക് അത് മാത്രമല്ല ഷൈബിന് തിരിച്ചു കിട്ടുമെന്ന്. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ സർക്കാർ കോളേജിൽ നീറ്റിൽ കിട്ടുന്ന ഒരു സീറ്റ് അവരെന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് കയറുന്നത്? അത് ലക്ഷങ്ങൾ ഫീസ് കൊടുക്കുമെന്ന് പറയുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് കയറിയെന്ന് പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഡൗട്ട്, ഇവരെന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്തത്? അപ്പോൾ നീറ്റിൽ കയറാതെ അല്ല വേറെ ഏതെങ്കിലും വകുപ്പിൽ അവരെ കയറിയോ? എനിക്കിപ്പോൾ നല്ല ഡൗട്ട്. എന്തിനാ അവർ ലക്ഷങ്ങൾ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഫീസ് കൊടുക്കണം എന്നവർ പറയുമായിരുന്നു. ഈ പറയുമ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നു, സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുന്നു, ആ ഒരു ദേഷ്യവും അവർക്ക് കാണും, എല്ലാം കാണും. എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അവർക്ക് കിട്ടിയ അവസരം അവർ ഭംഗിയായിട്ട് അവരതിനെ യൂസ് ചെയ്തു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, ഗൗരവതരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും കൂടി സിദ്ധാർത്ഥന്റെ കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംവരണ സീറ്റിൽ സിദ്ധാർത്ഥൻ കയറി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ സർവകലാശാലയ്ക്കകത്ത് സിദ്ധാർത്ഥ് നേരിട്ടിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തൊക്കെ തെളിവുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബത്തിന് പറയാനുള്ളത്? സ്വാന്തന, കേൾക്കാമോ? സിദ്ധാർത്ഥിന്റെ പിതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്റെ മകൻ OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഈ OBC വിഭാഗവുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഈ അഡ്മിഷൻ എടുത്തപ്പോൾ ആ റിസർവേഷനിലാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അത്തരത്തിൽ അഡ്മിഷൻ എടുത്തതുകൊണ്ട് തന്നെ ഈ കോളേജിലെ പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. നീ OBC വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, നിനക്ക് ഒരു രൂപ പോലും ചെലവാക്കാതെയല്ലേ നീ കോളേജിലേക്ക് എത്തിയത്, ഞങ്ങളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ് കോളേജിൽ വന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് രാവിലെ സിദ്ധാർത്ഥിന്റെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിദ്ധാർത്ഥ് ആദ്യമൊക്കെ മകൻ ഇത്തരത്തിലൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ കളിയാക്കുന്നു, അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം താനത് തമാശയായിട്ടായിരിക്കും പറയുന്നതെന്നാണ് കരുതിയതെന്നാണ് രാവിലെ പിതാവ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ മകന്റെ മരണശേഷം വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ സംവരണ വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിൽ മകനെ അധിക്ഷേപിച്ചതും ഈ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടോ എന്ന് പോലും രാവിലെ സിദ്ധാർത്ഥിന്റെ പിതാവ് നമ്മളോട് പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വെറ്റിനറി സർവകലാശാലയിൽ എങ്ങനെയാണ് ലക്ഷങ്ങൾ മുടക്കി ഈ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നു എന്ന് പറയുന്നതെന്നും വ്യക്തമായില്ല എന്ന് പറയുന്നുണ്ട്. നീറ്റ് എഴുതി വന്ന വിദ്യാർത്ഥികളാണ്, അവരെങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ എത്തിയതെന്ന് പറയുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും തനിക്കിപ്പോൾ സംശയമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് രാവിലെ സിദ്ധാർത്ഥിന്റെ പിതാവായ ജയപ്രകാശ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. തന്നെയായാലും പല അവസരങ്ങളിൽ പല തരത്തിൽ ഈ OBC സംവരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സേഫുദ്ദീൻ, അതായത് ഈ വലിയ അധിക്ഷേപങ്ങൾ ഈ OBC സീറ്റിലെത്തിയത് കൊണ്ട് തന്നെ വലിയ സംവരണ സീറ്റിലെത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് വലിയ അധിക്ഷേപങ്ങൾ സുഹൃത്തുക്കളടക്കം നേരിട്ടിരുന്നു എന്ന് കുടുംബം പറയുമ്പോൾ, ഇപ്പോഴും ഈ രീതിയിലുള്ള ഒരു പീഡനം എന്തിന് നടന്നു, അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു, മരണത്തിലേക്ക് കലാശിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് അന്വേഷണം നടത്തുകയാണല്ലോ. അപ്പോൾ ഈ മരണകാരണം, ഈ പീഡന കാരണവും ഇപ്പോൾ ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് എന്നൊക്കെ ഈ കുടുംബം വിശ്വസിക്കുന്നുണ്ടോ സ്വാന്തന? അത്തരത്തിലൊരു അദ്ദേഹം പറയുന്നത്, ഇത് സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുമ്പ് അത് ഇടയ്ക്കൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്തായിരുന്നു താൻ ഇത്തരത്തിൽ അധിക്ഷേപം ഏറ്റിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥ് പലപ്പോഴായി പറഞ്ഞത്. സുഹൃത്തുക്കൾ കളിയാക്കുന്നു എന്നാണ് സിദ്ധാർത്ഥ് ആ സമയത്ത് പറഞ്ഞിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അന്നൊന്നും അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്ന ഒരു തമാശയായിരിക്കാം, പ്രത്യേകിച്ച് അങ്ങനെ വന്ന ഒരു സംവരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ കുറച്ച് പേര് തമ്മിൽ ചേർന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തമാശയായിട്ടാണ് അന്ന്
സിദ്ധാർത്ഥിന്റെ പിതാവ് ഇതിനെ കണ്ടിരുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മകൻ മരിച്ചതിന് ശേഷം പല കാര്യങ്ങളും പഴയ പല കാര്യങ്ങളും ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഈ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാകാം മരണത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച ഈ ഒരു മരണം സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ അതുപോലും ചിലപ്പോൾ ഇതിന് കാരണമായിട്ടുണ്ടാകാം. തന്റെ മകൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, പല കാര്യങ്ങളിലും ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ശരി, തന്നെ സ്വാന്തനയിലേക്ക് ഞാൻ വരാം.